Hi friends, welcome to SHAHNAZ Easy Tips. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നേന്ത്രപ്പഴം ബ്രെഡും വെച്ചാണ് നമ്മൾ ഈ സ്നാക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 2 പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായി പഴുത്ത നേന്ത്രപ്പഴമാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി നന്നായി കറുത്ത പഴമൊക്കെ കളയൊന്നും വേണ്ട. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു പഴം അതിൻ്റെ പാതി എടുത്തിട്ടുള്ളൂ, ബാക്കി പകുതി എടുത്തില്ല. ഇത് മതിയെന്ന് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് പഴം എടുക്കാം കേട്ടോ. ഇനി ഈ പഴം കൊണ്ട് നമുക്ക് നല്ലൊരു മിക്സ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ പാനൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ മെൽറ്റായി വന്നതിന് ശേഷം നമ്മളിവിടെ ചെറുതാക്കി മുറിച്ച് വെച്ചിരുന്ന നമ്മുടെ പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പഴം ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുറി തേങ്ങ ചിരകിയതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മധുരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇടുക. ഇതിപ്പോൾ ഒരു മീഡിയം മധുരമാണുള്ളത്. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഉപ്പൊക്കെ എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരല്പം ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങും. അപ്പോൾ ആർത്തി മുട്ട് തിന്നാനും നിൽക്കണ്ട, നമ്മുടെ പരിപാടിയൊന്നും കഴിഞ്ഞിട്ടില്ല. കുറച്ചും കൂടി ഒന്ന് ചെയ്താൽ നമ്മുടെ സൂപ്പറായിട്ട് നമുക്കൊരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ പഴമൊക്കെ ഒന്ന് കുഴഞ്ഞ് നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇത്രയും തന്നെ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡാണ്. അപ്പോൾ ഒരു 5 ബ്രെഡോളം എടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ അരി ഒന്നും എടുക്കുന്നില്ല. അരി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് വേറെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇത് ബ്രെഡൊക്കെ ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ പഴത്തിൻ്റെ മിക്സിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് ഇളക്കാം. അപ്പോൾ അതിനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് ചൂടാറിയ ശേഷം നമ്മുടെ പഴത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബ്രെഡ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കൂടുതൽ ബ്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ. നിങ്ങളൊരു 5 ബ്രെഡൊക്കെ എടുക്കുകയാണെങ്കിൽ കറക്റ്റായിരിക്കും. ഇനി ഇത് കൈ വെച്ച് ഇതുപോലെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ ഇനി ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. ഇതാ ഞാനിപ്പോൾ ഈ ഒരു ടൈപ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട്ലേറ്റ് രൂപത്തിലോ അല്ലെങ്കിൽ സിലിണ്ടറിക്കായിട്ടോ അങ്ങനെ ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അതിന് മുന്നായിട്ട് ഇതിനൊരു കോട്ടിങ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇനി അതിനായിട്ട് ഞാനിപ്പോൾ ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഓരോ പഴത്തിൻ്റെ മിക്സ് ആ മുട്ടയിലേക്ക് ഇട്ടിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കാനായിട്ട് ഇതൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയൊക്കെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ആവും. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ഇതിപ്പോൾ ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കോരിയെടുക്കാം. അപ്പോൾ കോരിയെടുക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഫ്ലെയിം നന്നായി കൂട്ടിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ മിക്സ് ഒന്നും എണ്ണ കുടിക്കില്ല.
അപ്പോൾ ഇനി ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റായ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള സൂപ്പർ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെൽ ബട്ടണും കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു സൂപ്പർ വീഡിയോ വരുന്നവരെ ബൈ.